എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യപരിപാലനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് കുറേ നമ്പറുകളാണല്ലേ. ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, ലാബ് റിപ്പോർട്ടുകൾ. പക്ഷേ ഈ കണക്കുകൾക്കൊക്കെ അപ്പുറം ഓരോ രോഗിയുടെയും അനുഭവങ്ങൾക്കൊരു കഥ പറയാനുണ്ടാകും. ആ കഥകൾ കേൾക്കുന്നതിലൂടെ എങ്ങനെ മികച്ച പരിചരണം നൽകാം എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു രോഗിയുടെ രക്തസമ്മർദ്ദമോ ശരീരത്തിലെ ചൂടോ നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റും. എന്നാൽ അവരുടെ ഉള്ളിലെ പേടി അല്ലെങ്കിൽ പ്രതീക്ഷ, അതുമല്ലെങ്കിൽ ആകെപ്പാടെയുള്ളൊരു കൺഫ്യൂഷൻ, അതൊക്കെ നമ്മൾ എങ്ങനെ അളക്കും? ശരിക്കും ഇവിടെയാണ് നഴ്സിംഗ് ഗവേഷണത്തില് ഇത്തരം പഠനരീതികളുടെ പ്രാധാന്യം വരുന്നത്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിയേ. ഒരു വശത്ത് നമുക്ക് അളക്കാൻ പറ്റുന്ന ക്ലിനിക്കൽ ഡേറ്റ, മറുവശത്ത് രോഗി നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ. ബ്ലഡ് പ്രഷർ വെറുമൊരു നമ്പറാണ്, പക്ഷേ ആ നമ്പറിന് പിന്നിൽ ഒരു രോഗി അനുഭവിക്കുന്ന പേടി വളരെ വലുതായിരിക്കും. ഈ ആഴത്തിലുള്ള അനുഭവങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. രോഗികളുടെ ഈ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള നമ്മുടെ ആദ്യത്തെ ടൂളാണ് ഫിനോമിനോളജി. എന്താണിത്? ഇതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു സംഭവം രോഗിയുടെ കണ്ണിലൂടെ കാണുക, അത്രയുള്ളൂ. ഇവിടെ ഗവേഷകന്റെ അഭിപ്രായങ്ങൾക്കോ മുൻവിധികൾക്കോ ഒരു സ്ഥാനവുമില്ല. പകരം ആ അനുഭവം യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു എന്ന് രോഗിയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു രോഗിയായിരിക്കുക എന്നത് ശരിക്കും എങ്ങനെയുള്ള ഒരനുഭവമാണെന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ നഴ്സുമാരെ ഈ രീതി സഹായിക്കും. ഇത് വെറുതെ രോഗത്തെ ചികിത്സിക്കുക എന്നതിലുപരി ആ രോഗിയെ ഒരു വ്യക്തിയായി കണ്ട് പരിചരിക്കാൻ സഹായിക്കുന്നു. ഈ ഒരു ഉദ്ധരണി നോക്കൂ. ഇത് സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഗവേഷകൻ ഇവിടെ ഒരു നല്ല കേൾവിക്കാരൻ മാത്രമാണ്. സ്വന്തം വ്യാഖ്യാനങ്ങളൊന്നും ചേർക്കാതെ രോഗികൾ അവരുടെ അനുഭവത്തെ എങ്ങനെയാണോ വിവരിക്കുന്നത്, അതിന്റെ സത്ത ഒട്ടും ചോർന്നു പോകാതെ രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഫിനോമിനോളജി ഒരു അനുഭവത്തെ വിവരിക്കാൻ നമ്മളെ സഹായിച്ചു. ഇനി ഗ്രൗണ്ടഡ് തിയറി ആ അനുഭവങ്ങളിൽ നിന്ന് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു തിയറി തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരും. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ, മറ്റു ഗവേഷണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമ്മൾ ഒരു തിയറി വെച്ചല്ല തുടങ്ങുന്നത്. ഒരു ഒഴിഞ്ഞ സ്ലേറ്റിൽ നിന്നാണ് തുടങ്ങും. രോഗികളുമായി സംസാരിച്ച് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് പടിപടിയായി ഒരു പുതിയ സിദ്ധാന്തം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക തരം പ്രോസസ്സാണ്. ഒരു ഡിറ്റക്റ്റീവ് കേസ് അന്വേഷിക്കുന്ന പോലെ. ആദ്യത്തെ ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ വെച്ച് അടുത്തതായി ആരോട് സംസാരിക്കണം, എന്ത് ചോദിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നു. അങ്ങനെ ഗവേഷണം അതിന്റെ വഴി സ്വയം കണ്ടെത്തുകയാണ്. അപ്പോ ഈ തിയറികളൊന്നും വെറുതെ ഊഹങ്ങളല്ല. കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം രൂപപ്പെടുത്തുന്നത്. അതിനായി ഗവേഷകർ ഉപയോഗിക്കുന്ന ചില പ്രധാന ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, എത്ര പലതരം രീതികളാണിവിടെ ഉപയോഗിക്കുന്നത്. ആഴത്തിലുള്ള ഇന്റർവ്യൂകൾ മുതൽ രോഗിയുടെ സ്വന്തം ഡയറിക്കുറിപ്പുകൾ വരെ ഒരു വിഷയം മുഴുവനായി മനസ്സിലാക്കാൻ വേണ്ട എല്ലാ വിവരങ്ങളും ഇതിലൂടെ ശേഖരിക്കുന്നു. അതായത്, സംഭവം ഹോസ്പിറ്റൽ റെക്കോർഡിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചിലപ്പോൾ ഒരു രോഗി വരച്ച ചിത്രം അല്ലെങ്കിൽ അവരുടെ ഡയറിക്കുറിപ്പ്, എവിടെ നിന്നും നമുക്ക് വിലപ്പെട്ട വിവരങ്ങൾ കിട്ടാം. ഒന്നും ഇവിടെ അപ്രസക്തമല്ല. ഇതിന്റെ അർത്ഥം, നമ്മൾ ആദ്യം തന്നെ ആരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നില്ല. പകരം കിട്ടുന്ന വിവരങ്ങൾക്കനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കുന്നു. ഒരാശയം രൂപപ്പെടുമ്പോൾ ആ ആശയത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുന്ന പുതിയൊരാളെ നമ്മൾ തേടിപ്പോകുന്നു. ഇതൊരു സൈക്കിൾ പോലെയാണ്. ഡാറ്റ കിട്ടുന്നു, അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് പുതിയ ചോദ്യങ്ങൾ വരുന്നു, അതിനുത്തരം തേടി വീണ്ടും ആളുകളെ കാണുന്നു. അവസാനം പുതിയതായി ഒന്നും കിട്ടാനില്ല എന്നുറപ്പാകുന്നൊരു ഘട്ടം വരും. അതിനെയാണ് ഡാറ്റ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അതോടെ നമ്മുടെ തിയറിക്ക് ഒരു പൂർണ്ണത വരും. ഈ മെമ്മോയിങ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിന്റെ നട്ടെല്ല് ആണെന്ന് തന്നെ പറയാം. ഇത് ഗവേഷകന്റെ ഒരു വർക്കിംഗ് ഡയറി പോലെയാണ്. ഡാറ്റ ശേഖരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളും സംശയങ്ങളും കണ്ടെത്തലുകളും അപ്പോൾ തന്നെ വിശദമായി കുറിച്ചുവെക്കുന്നു. ചിതറിക്കിടക്കുന്ന ഈ വിവരങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു തിയറിയാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഈ കുറിപ്പുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ രീതികൾ കൊണ്ടൊക്കെ ശരിക്കും എന്താ ഗുണമെന്ന്. ഈ അറിവ് എങ്ങനെയാണ് ഒരു രോഗിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്? നമുക്കതിന്റെ പ്രായോഗിക വശത്തേക്ക് വരാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ്. ഇത് നഴ്സുമാര് രോഗിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. രോഗിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നൽകുന്ന പരിചരണം കൂടുതൽ അനുകമ്പയുള്ളതും ഫലപ്രദവുമാകും.
ചുരുക്കി പറഞ്ഞാൽ രോഗികളുടെ കഥകൾക്ക് ചെവി കൊടുക്കുന്നത് കേവലം ഒരു നല്ല കാര്യം മാത്രമല്ല, അത് നഴ്സിംഗ് എന്ന തൊഴിലിനെ എല്ലാ രീതിയിലും മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് കൂടുതൽ അറിവും കഴിവും സഹാനുഭൂതിയുമുള്ള ഒരു നഴ്സിംഗ് തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കുന്നു. അപ്പോ ഈ ഒരു ചോദ്യം ബാക്കി വെച്ചോണ്ട് നമുക്ക് നിർത്താം. നമ്മുടെയൊക്കെ ചുറ്റും നമ്മൾ കേൾക്കാതെ പോകുന്ന എത്രയെത്ര കഥകളുണ്ടല്ലേ? അതിലൊന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചേക്കും. ചിന്തിച്ചു നോക്കൂ,